ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്തൻ, ഭാഗം 1579. ഇന്ന് ഏപ്രിൽ മാസം 27-ാം തീയതി, 118-ാമത്തെ ദിവസത്തിലെത്തി. നമ്മൾ അങ്ങനെ തന്നെയാണ്. ദൈവം മുമ്പാകെയാണെങ്കിൽ പോലും എന്തുമാത്രം അവകാശവാദങ്ങളാണ് ഓർത്തെടുക്കുന്നതും അവതരിപ്പിക്കുന്നതുമൊക്കെ. അവകാശമായിട്ടാണ് പലതും നമ്മളിങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ഔദാര്യമാണെന്നോ ദൈവത്തിന്റെ ദാനമാണെന്നോ തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല. അതെന്റെ ജീവിതത്തിൽ പിന്നീട് വന്നു ചേർന്ന വിഭവങ്ങളെ ഓർത്ത് മാത്രമല്ല ഞാൻ അങ്ങനെ വിധേയപ്പെടേണ്ടതും വിനയപ്പെടേണ്ടതും. ഈ ആയുസ്സിനെയും ആരോഗ്യത്തെയും ജീവനെയും ജീവിതത്തെയും ഓർത്ത് ദൈവത്തിന്റെ ദാനമല്ലേ, ദൈവത്തിന്റെ ഔദാര്യമല്ലേ. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 22-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോ, യേശുവിനെ അറിയുന്ന, ഏതാണ്ട് യേശുവിന് വേണ്ടി ജീവിക്കുന്ന, അങ്ങനെ അഭിമാനിക്കുന്ന, അതിൽ അല്പമായിട്ടോ അധികമായിട്ടോ അഹങ്കരിക്കുന്ന, അത്തരം ചില ആത്മവിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്ന കുറെ മനുഷ്യരെ യേശു തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചിട്ടുണ്ടെന്നാണ് അവരുടെ ആദ്യ അവകാശവാദം. പിന്നെ പറയുന്നതോ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ടെന്നാണ്. ഒടുവിൽ പറഞ്ഞ് തീർക്കുന്നത് നിന്റെ നാമത്തിൽ അനേക വീര്യ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെന്നാണ്. എല്ലാം നിന്റെ നാമത്തിലാണ്, യേശുനാമത്തിലാണ് ചെയ്തത് മുഴുവൻ. ചെയ്ത കാര്യങ്ങളെ അവർ പട്ടികയായി നിരത്തുമ്പോൾ അവയിലേക്ക് ഉറ്റുനോക്കിയ ഏതൊരാൾക്കും ബോധ്യപ്പെടും, ക്രിസ്തുവേശു തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് ഭൂമിമണ്ണില് നിവർത്തിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അതിന്റെ തുടർച്ച നിർവഹിക്കുന്ന ആളുകളുടെ കൂട്ടമാണിത്. അവർ ശരിക്കും എന്തുമാത്രം യേശു ബന്ധവും യേശു അടുപ്പവുമുള്ളവരാണ്. അവർക്കൊരു അവകാശം തന്നെയാണ് യേശു, അല്ലേ? അങ്ങനെ ഒരു അഭിമാന വിചാരത്തിലും ബോധത്തിലുമാണ് അവർ അവരുടെ നേട്ടങ്ങളുടെ യോഗ്യതയുടെയൊക്കെ പട്ടിക നിരത്തുന്നതുമൊക്കെ. ഞങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്, ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്, അനേക അത്ഭുത പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തതിന് മീതെ ഒരു അളവിനപ്പുറത്ത് അഭിമാനിക്കുന്നവരാണ്, ആനന്ദിക്കുന്നവരാണ്. പതിയെ നമ്മൾ അഹങ്കരിച്ചു തുടങ്ങിയിട്ടുള്ളവരാണ്. എന്തിനാണ്? എല്ലാം ദൈവം നമ്മളെ പ്രാപ്തനാക്കിയതിന്റെ ഫലം മാത്രമല്ലേ? അങ്ങനെ എപ്പോഴാണ് എന്റെ ജീവിതത്തിലെ വിഭവങ്ങളുടെ മീതെയും നേട്ടങ്ങളുടെ മീതെയുമൊക്കെ എനിക്കൊരു തിരിച്ചറിവുണ്ടാവുക? ഈ നല്ല പുലരിയില് അങ്ങനെയൊരു തിരിച്ചറിവിലേക്ക് വിനയത്തോടെ പ്രാർത്ഥിച്ചെത്താം. ആമേൻ.